നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. ക്രിമിനൽ ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരനാണ് അദ്ദേഹം എന്നാണ് പ്രോസിക്യൂഷൻ അടക്കം ആരോപിച്ചിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കും അന്വേഷണത്തിനും ഒടുവിൽ ഇപ്പോൾ ഇന്ന് അതിന് വിധി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. ഒരുപാട് രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ഈ വിഷയത്തെ തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവ്വം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങയുടെ ഒരു വിലയിരുത്തലിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഈ കേസിനെ എത്രമാത്രം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് പൊതുസമൂഹം അധികം ചർച്ച ചെയ്യാത്ത എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വർഷങ്ങൾ നീണ്ടു നിന്ന അന്വേഷണം, പിന്നീട് നാളുകൾ നീണ്ടു നിന്ന വിചാരണ, ഇതിനൊക്കെ ഒടുവിൽ സത്യം പുറത്തു വരും എന്നാണ് ജനം പ്രതീക്ഷിക്കുന്നത്. കോടതിയുടെ മുന്നിൽ വിധി രൂപപ്പെടുത്തുന്നത് തെളിവുകളാണ്. ആ തെളിവുകൾ എങ്ങനെ പ്രോസിക്യൂഷൻ പ്രതിഭാഗം വക്കീലും എങ്ങനെ അവതരിപ്പിക്കുന്നു, എങ്ങനെ അതിനെ ഖണ്ഡിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് വിധി വരുന്നത്. സത്യം ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ദേശീയ ചിഹ്നത്തിന് താഴെ എഴുതി വച്ചിട്ടുണ്ട് സത്യമേവ ജയതേ എന്ന്. ഛാന്തോക്യ ഉപനിഷത്തിലെ വരികളാണ്. പക്ഷെ പലപ്പോഴും സത്യമല്ല പലയിടത്തും ജയിക്കുന്നത്. ഇത് കാലം വേറെയാണ്. ഈ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യവും എനിക്ക് എൻ്റെ സത്യവും ഉള്ള ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലരെങ്കിലും ഈ കാലത്തെ സത്യാനന്തര ലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഫിലോസഫിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കാര്യത്തിലേക്ക് വരാം. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഈ കേസ് കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അധിക കാലം ഇതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യ ടുഡേയുടെ പത്രമായ മെയിൽ ടുഡേക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇപ്പൊ ഗൗതം ചോദിച്ചതുപോലെ പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ നമ്മൾ പുറത്തധികം അറിയപ്പെടാത്ത ചില സത്യങ്ങളുമൊക്കെ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലതും പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നതൊക്കെ പലപ്പോഴും പറയാനൊന്നും പറ്റില്ല. കാരണം ചിലതിനൊന്നും നമ്മുടെ തെളിവില്ലാതെ നമ്മൾ പറഞ്ഞിട്ട് നമുക്കെതിരെ ഒരു കേസുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പലപ്പോഴും മിണ്ടാതിരിക്കും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുള്ള ചില വസ്തുതകളുണ്ട്. കാരണം ഒരിക്കൽ ദിലീപ് ഈ കേസിനെ കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തി. അതായത് ഈ കേസ് ഇത്ര വലിയ ഒരു വിഷയമാക്കിയത് കേരളത്തിലെ ഒരു സംവിധായകൻ, പ്രശസ്തനായ ഒരു സംവിധായകൻ, അദ്ദേഹം ഈ പരസ്യ സിനിമകൾ എടുക്കുന്ന ആളായിരുന്നു ആദ്യം. പിന്നീട് സിനിമയുടെ സംവിധാനത്തിലേക്ക് വന്നു. അങ്ങനെ ഈ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ വ്യക്തിയാണ് ദിലീപിനെതിരെ ഈ വാർത്ത ഒരു മുംബൈയിൽ നിന്ന് ആസ്ഥാനമായിട്ടുള്ള ഒരു പത്രത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന്. അങ്ങനെയുള്ളൊരു വാർത്തയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഗതിവിഗതികൾ നിർണയിക്കുകയും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപ് പ്രതിയാക്കപ്പെട്ടതെന്നും താൻ നിരപരാധിയാണെന്നും ഒക്കെ ദിലീപ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹം അത്ര പാഷനേറ്റായിട്ടാണ് ഈ വാർത്തയെ എതിർത്തത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് വലിയ തെറ്റ് പറ്റി എന്നുള്ളത് എനിക്കറിയാം. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം വിചാരിക്കുന്ന പോലെ മുംബൈയിൽ നിന്ന് ആരെങ്കിലും എഴുതിയ വാർത്തയല്ലത്. ആ പത്രം ഡെയിലി ന്യൂസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന DNA എന്ന് പറയുന്ന പത്രമാണ്. ആ DNA-യിൽ ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ നെറ്റിൽ നോക്കി ആ വാർത്ത ഉണ്ടായിരിക്കാം. ആദ്യം ഈ കേസ് 2017 കേസ് രൂപപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ആ വാർത്ത യഥാർത്ഥത്തിൽ ആ പത്രത്തിൻ്റെ കേരളത്തിലെ സ്ട്രിങ്ങർ തന്നെ എഴുതിയതാണ്. അതിൽ ഈ മുൻപ് പറഞ്ഞ സംവിധായകൻ ഒരു റോളുമില്ല. അതെനിക്കറിയാം. കാരണം ഈ പത്രപ്രവർത്തകൻ പലരെയും വിളിച്ച്, കേരളത്തിലെ തന്നെ സിനിമാ മേഖലയിലെ പലരെയും ഫോണിൽ വിളിച്ച് ആ ഫോണിൽ നിന്നും കിട്ടിയ അവർ കൊടുത്ത വിവരം അനുസരിച്ച് അയാൾ ഒരു വാർത്ത എഴുതിയതാണ്. ആ വാർത്ത എഴുതിയതിൽ ഒരു പക്ഷേ ദിലീപ് ശ്രദ്ധിക്കാതെ പോയത് ഓരോ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രൈം, അതല്ലെങ്കിൽ ഒരു അപകടം, ഒരു സംഭവ വികാസം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ
പത്രക്കാരും പല സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അഭിപ്രായ രൂപീകരണം ഈ പത്രക്കാരൻ്റെ മനസ്സിലും ഒരുപക്ഷെ ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ള ഒരു സൂചന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു കാണും. അത് അദ്ദേഹം സംഭാഷണം നടത്തിയ സിനിമാ മേഖലയിൽ നിന്നുള്ള പല ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നും അദ്ദേഹം രൂപപ്പെടുത്തിയതായിരിക്കാം. ആ പ്രതികരണങ്ങളെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ആയിരിക്കാം. ആ കൺക്ലൂഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചിന്താഗതികളും ഈ പത്രക്കാരെയും പോലീസുകാരെയും ഒക്കെ സ്വാധീനിക്കും. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ കൈക്കൂലിക്കാരനോ അഴിമതിക്കാരനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ഉള്ള ആളോ അല്ലെങ്കിലും നിങ്ങളെ സമൂഹത്തിൻ്റെ ഒരു ചിന്ത, സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തും. അങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം ആ പത്രപ്രവർത്തകൻ. അപ്പോൾ അത് കാരണമായിരിക്കാം അദ്ദേഹം ദിലീപിനെ വളരെയധികം വിമർശിച്ചുകൊണ്ട് വാർത്ത എഴുതിയത്. പക്ഷേ ദിലീപ് ചിന്തിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിറകിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പരസ്യമേഖലയിൽ പ്രവർത്തിക്കുകയും പിന്നീട് സിനിമയിലോട്ട് വരികയും ചെയ്യുന്ന സംവിധായകൻ ഉണ്ടെന്നും ആ സംവിധായകനും ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് അദ്ദേഹം പോയത്. കാരണം ഇപ്പോൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഒരുത്തിയെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെയും അവളെന്ന് തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ആര് വന്നാലും അത് അവർ തന്നെയാണെന്ന് തോന്നും. അതുപോലെ തന്നെ മഞ്ഞ കണ്ണുള്ളവൻ നോക്കുന്ന എല്ലാം മഞ്ഞ നിറത്തി കാണും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പഴഞ്ചൊല്ലുകൾ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വ്യക്തി എങ്ങനെയാണ്, സാമൂഹിക പശ്ചാത്തലങ്ങൾ വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും വ്യക്തിയുടെ ചിന്തകളെ അതനുസരിച്ച് വ്യക്തി സ്വയം മാറ്റുകയും ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വ്യക്തിയുടേതായ ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയും, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ സത്യവും എൻ്റെ സത്യവും ഉള്ള കാലമാണ്. സത്യം അങ്ങനെ പല സത്യം ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ, പറ്റുമോ? അതായത് സാറ് പറയുന്നത് സത്യമാണ് ജയിക്കുന്നതെങ്കിൽ ദിലീപിന് തിരിച്ചടി ഉണ്ടാകുന്നതാണോ? അല്ല, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കോടതി വിധി പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ദിലീപ് ആദ്യം ഇങ്ങനൊരു തെറ്റിദ്ധാരണയിൽ എത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ സംഭവത്തിൽ അദ്ദേഹം വിചാരിക്കുന്ന പോലെ ബോംബെയിലെ ഒരു പത്രപ്രവർത്തകനല്ല വാർത്ത എഴുതിയത്, കേരളത്തിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത പോയത്. അത് പത്രക്കാരനായിട്ടുള്ള എനിക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് പോയത് അവരുടെ സ്റ്റാഫ് റിപ്പോർട്ടറും അല്ല, അയാളൊരു സ്ട്രിങ്ങറാണ്. അയാൾ നിരവധി ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, സീനിയർ കക്ഷിയാണ്. ആ സീനിയർ വ്യക്തി അവിടെ അങ്ങനെ ഒരു വാർത്ത എഴുതിയത് സമൂഹത്തിലെല്ലാം നിലനിൽക്കുന്ന ഒരു വാർത്തകളായിരുന്നു. അന്ന് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ആ വാർത്തയെ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതനുസരിച്ച് പുള്ളിയും വാർത്ത എഴുതി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഇദ്ദേഹം വായിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെതായ ചില നിരീക്ഷണങ്ങൾ അത് തെറ്റായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു വ്യക്തി അല്ല. പറയൂ സാർ. ഇതിൽ സത്യം എന്ത് തന്നെ ആയാലും കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി വിധി എടുക്കുകയുള്ളൂ, വിധി പറയുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം, കോടതിക്ക് മുമ്പാകെ വരുമ്പം പോലീസിന് നൽകിയ പല മൊഴികളും പിന്നീട് മാറ്റി പറയുന്ന അല്ലെങ്കിൽ കോടതിയിൽ പറയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അനുകൂലമായിട്ട് തീരുന്ന ഒരു ഘടകമാണ്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വിധിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ വിധി വരട്ടെ, വിധി വന്നതിന് ശേഷമേ ഞാനത് പറയുള്ളൂ. വിധിക്ക് മുമ്പ് ഞാൻ വിധിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു ആരോപണം വരാം. അത് പത്രപ്രവർത്തനത്തിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ കോടതിയെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സെമി ജുഡീഷ്യൽ സ്ഥാപനങ്ങളെയോ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഞാനത് തൽക്കാലം പറയും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം നമ്മൾ അറിയപ്പെടാത്ത ഏടുകൾ, അതിലെ ഒരു അറിയപ്പെടാത്ത ഏടാണ് ഞാൻ പറഞ്ഞത്. അതായത് ദിലീപ് ചിന്തിച്ചത്, ഇങ്ങനെ ഒരു വ്യക്തി അവിടെ സ്വാധീനിച്ചിട്ടാണ് ഈ വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണങ്ങളാണ് നടന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നതിൽ അടിസ്ഥാനപരമായ ചില തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വാർത്തയിലെ ഈ മലയാളിയായ കേരളത്തിൽ നിന്നും പോയ ഈ വാർത്ത 100% ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ അഭിപ്രായമല്ല പറയുന്നത്. ആ വാർത്ത ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ അത് ആ വാർത്തയിൽ ദിലീപിനെതിരായിരുന്നു വാർത്ത.
അപ്പോൾ സ്വാഭാവികം അത് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടൊന്നും അല്ല വാർത്ത എഴുതിയെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് സമൂഹത്തിൽ നിലനിന്ന ഒരു അഭിപ്രായം ഉണ്ടല്ലോ അന്ന്. മലയാള മാധ്യമങ്ങൾ 2-3 ദിവസമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ ഇവിടുത്തെ പത്രപ്രവർത്തകൻ പിന്നീട് അദ്ദേഹം അന്വേഷണം നടത്തുകയും മുൻ വാർത്തകൾ അദ്ദേഹത്തിനെയും സ്വാധീനിച്ചു. മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഈ ഇംഗ്ലീഷ് പത്രത്തിന്റെ റിപ്പോർട്ടറെയും സ്വാധീനിച്ചു. അങ്ങനെ അദ്ദേഹം ആ രീതിയിൽ ഒരു വാർത്ത കൊടുത്തു. പിന്നീട് അത് ഒരുപക്ഷെ ആ വാർത്ത ഇംഗ്ലീഷ് പത്രത്തിൽ വന്നുകൊണ്ടും മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ വന്നതുകൊണ്ടും ദേശീയ തലത്തിൽ ഒരുപക്ഷെ അത് ശ്രദ്ധ പിടിച്ചു പറ്റിക്കാണ്. അത് സംഭവിക്കുന്നതൊക്കെ ഒരു PR ദുരന്തമാണ്. അത് ദിലീപിന് അങ്ങനെ സംഭവിച്ചത് അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിനെ ഏതോ ഒരു PR ഏജൻസി ധരിപ്പിച്ചതായിരിക്കും ഇതൊക്കെ. അപ്പോൾ അത് പല PR ഏജൻസികളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ ജോലി ചെയ്ത ഒരാൾക്ക് പത്രത്തിന്റെ ഗതിവിഗതികൾ അറിയാൻ പറ്റും, പത്രക്കാർ ചിന്തിക്കുന്ന അറിയാൻ പറ്റും. അതും ഇപ്പം ഞാൻ 10 കൊല്ലം മുമ്പ് മാത്രം കൊച്ചിയിൽ ജോലി ചെയ്ത ഒരാളായ എനിക്ക് 10 കൊല്ലത്തിന് ശേഷം കൊച്ചിയിലെ പത്രക്കാരെ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതാത് കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിന്തകൾ അതുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ ആ വാർത്തയെക്കുറിച്ച് പറയാൻ പറ്റൂ. അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തവും ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. അത് തികച്ചും ഗൂഢാലോചന സിദ്ധാന്തമാണ്. പക്ഷേ അതും വിശ്വസിക്കാനോ വിശ്വാസയോഗ്യമെന്ന് തോന്നാൻ ചില സാഹചര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അതുകൂടെ ഞാൻ പറയാം. അതായത് പല ആൾക്കാരും പറയുന്നത് ദിലീപ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു സിനിമാ നടൻ, ആ സിനിമാ നടൻ ശക്തനായ സിനിമാ നടൻ എന്ന് മാത്രമല്ല കേരളത്തിലെ നിർമ്മാതാക്കളെയും സംവിധായകരെയും നടന്മാരെയും ഈ 3 വിഭാഗത്തെയും സ്വാധീനിക്കുന്ന ഒരു മഹാശക്തിയായിരുന്നു ഒരു സമയത്ത്. ഇദ്ദേഹം അറിയാതെ മലയാള സിനിമയിൽ ഒരു ഈച്ച പോലും പറക്കില്ല. മമ്മൂട്ടിയും മോഹൻലാലും പോലും ഇദ്ദേഹത്തിന്റെ താഴെ സ്വാധീന ശേഷിയിൽ വരുവുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു കാലമുണ്ട്. ഞാൻ പറയാൻ വിട്ടത് തിയേറ്റർ ഉടമകളെയും സ്വാധീനിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിലീപ് ഇത്രയധികം പോലീസ് അന്വേഷണം നേരിടേണ്ടി വന്നതും ബുദ്ധിമുട്ട് വന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം ഒരുപാട് പേര് മനസ്സിലുണ്ട്. നമുക്കറിയാം ഇവിടെ നീതി നിയമം അനുസരിച്ചാണോ കാര്യങ്ങൾ നടക്കുന്നത്. പോലീസ് അന്വേഷണം നടക്കുന്നത് മോളിൽ നിന്ന് വിളിച്ചു പറയുന്ന അനുസരിച്ചാണ്. പോലീസ് പ്രതിയാക്കുന്നതും അങ്ങനെ തന്നെ. കേരളത്തിൽ അതല്ല, അതിനപ്പുറത്തോട്ട് നീതി കൊണ്ടുപോകുന്നുണ്ടെന്ന് കരുതുന്ന ആളല്ല. യാഥാർത്ഥ്യങ്ങൾ, എൻ്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ, പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള കേസുകൾ, ഇതൊക്കെ തന്നെ എന്നെ കൊണ്ട് 100% വിശ്വസിപ്പിക്കുന്നു. ഇവിടെ നീതിയില്ല. ഭരിക്കുന്ന പാർട്ടി പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരിക്കൽ മുൻ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു കേരളത്തിലെ ജയിലിൽ കിടക്കുന്നതിൽ 50% നിരപരാധികളാണെന്ന് പറഞ്ഞു. അത് ഞാനല്ല പറഞ്ഞത്, ജയിൽ DGP ആയിരുന്ന വ്യക്തിയാണ് പറഞ്ഞത്. അപ്പം അത് അവിടെ നിൽക്കട്ടെ. ഈ ഗൂഢാലോചന സിദ്ധാന്തം കൂടെ പറഞ്ഞ് നമുക്ക് തീർക്കാം, കാരണം സമയം അവസാനിക്കാറായി. ഈ കേരളത്തിലെ ഒരു വലിയ പണക്കാരൻ തൃശ്ശൂർ റൗണ്ടിൽ കുറച്ച് ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാപനം തുടങ്ങണം. പക്ഷേ അവിടെയുള്ള കച്ചവടക്കാരെ ഒറ്റക്കെട്ടായിട്ട് ഇദ്ദേഹത്തിന് ഭൂമി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അതിന് ചില കമ്മ്യൂണൽ കാരണങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു തിയേറ്റർ വിൽക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നു. ഈ തിയേറ്റർ ഉടമ ഒരു തരത്തിൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഈ പണക്കാരൻ ചില പ്രവർത്തികൾ ചെയ്തു. ഈ തിയേറ്റർ ഉടമ അത് വിൽക്കുന്നതിലേക്കും അദ്ദേഹത്തിന് വിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുമ്പോൾ ഈ ഭൂമി തനിക്ക് വാങ്ങിക്കാം എന്ന കണക്കൂട്ടലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചിലരൊക്കെ പറയുന്നു. എന്തായാലും ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി തിയേറ്റർ ഉൾപ്പെടുന്ന സ്ഥലം ഇയാൾക്ക് വിൽക്കും എന്ന ഘട്ടം വന്നപ്പോൾ ദിലീപ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ദിലീപിന്റെ സഹായത്താൽ അയാൾ പ്രതിസന്ധി മറികടക്കുകയും ചെയ്തു എന്നുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം. അത് കാരണം ഈ വലിയ പണക്കാരൻ ദിലീപിനെതിരെ തിരിയുകയും ദിലീപിനേക്കാൾ ശക്തി, പണവും സ്വാധീനശേഷിയുമുള്ള അതിനേക്കാൾ വലിയൊരാളെ അദ്ദേഹത്തിനെ എതിർക്കാൻ വരികയും ചെയ്തപ്പോൾ അദ്ദേഹം വീണു എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഈ പറയുന്ന ആൾക്കാർ ഒന്നും തന്നെ ഞാൻ ഈ പറഞ്ഞതിലെ വാദിയോ പ്രതിയോ അങ്ങനെ, വാദി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂരെ സംഭവത്തിൽ ഒക്കെ ഉൾപ്പെടുന്ന ആരും തന്നെ സംശുദ്ധരൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ദിലീപും സംശുദ്ധനാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ആൾക്കാരുടെ ഇടയിലെ, വൻകിട ആൾക്കാരുടെ ഇടയിലെ വൈരങ്ങൾ, റൈവൽറി,
അതിനെ തുടർന്നുള്ള പരസ്പര ആക്രമണങ്ങൾ. ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു മുഹമ്മദ് എന്ന ഒരു വലിയൊരു വ്യവസായി, സൗദിയിലെ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹം ഭാഗ്യത്തിന് രക്ഷപ്പെടുകയും ചെയ്ത വാർത്ത വന്നിരുന്നു, വായിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് 70 കോടി രൂപ എങ്ങാണ്ട് സംബന്ധിച്ച ഒരു വിഷയത്തിൽ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ കേരളത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ഇതൊരു വെള്ളരിക്ക പട്ടണമായിട്ട് മാറിക്കഴിഞ്ഞു. അത് സത്യമാണ്. എന്തായാലും ഇതുപോലെ ഒരുപാട് അറിയപ്പെടാത്ത ഏടുകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സത്യം ഇതിനെവിടെയോ ഇടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സത്യം സ്വയം പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ഒരു വാക്യമുണ്ട്. അതായത് ധർമ്മത്തിന് അതിനെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും എന്നും, അല്ലെങ്കിൽ ധർമ്മത്തിന് സ്വയം നിലനിൽക്കാൻ പറ്റും എന്നും ഒക്കെയുള്ള പല രീതിയിലുള്ള വ്യാഖ്യാനമാണ്. ഞാൻ സംസ്കൃതത്തിലൊരു പണ്ഡിതനൊന്നും അല്ല, എങ്കിലും ധർമ്മത്തെ രക്ഷിക്കാനുള്ള ആൾക്കാർ വരട്ടെ, അവരെ രക്ഷിക്കാൻ ധർമ്മം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ അന്തിമമായിട്ട് ആശംസിക്കാനുള്ളത്. കോടതി വിധി നീതി നടപ്പാക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി വിചാരിക്കുന്നു. അത്രയും. താങ്ക് യു.